ഓഫ് റോഡ് നോക്കി നടക്കുന്നവർക്ക് തവണ വെറും 3,90,000 രൂപക്ക് ഒരു മിസ്ബുഷിന്റെ ഔട്ട്ലാൻഡർ, അതും ഓട്ടോമാറ്റിക് ആണ്, 4x4 വാഹനമാണ് വിത്ത് CNG. ഈ 3 വാഹനങ്ങളും നല്ല മൈലേജ് ഇടുന്ന കിടില ഐറ്റംസ്. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? 2010 മോഡല് 4x4 പെട്രോൾ പ്ലസ് CNG. യെസ്, അപ്പൊ അതാണ് ഓട്ടോമാറ്റിക് ആണ്, അതും നമുക്ക് CNG 4x4 ആണ്. ഓഫ് റോഡ് വെഹിക്കിൾ ആണ്. ഓഫ് റോഡ് വെഹിക്കിൾ ആണ് അല്ലെ. അടുത്ത തവണ നമുക്ക് വളരെ റെയർ ആയിട്ട് കിട്ടുന്ന ഒരു വാഹനമാണ്. കാരണം നമുക്ക് അത്യാവശ്യം അൾട്രേഷനും ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളൊരു വാഹനം. ഈ ഒരു വാഹനത്തിന് ഇച്ചിരി വില കൂടുതലാണ്, കാരണം ഇതിന്റെ കിലോമീറ്റർ ആണ് അതിന്റെ ഹൈലൈറ്റ്. വെറും 60,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ഒറിജിനൽ കേരള ലോങ് ഡ്രൈവിൽ 24 വരെ മൈലേജ് കിട്ടുന്ന ഫുള്ളി കംഫർട്ടറും ഫുള്ളി നമുക്ക് മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള വാഹനം. ഇന്റീരിയർ എക്സ്റ്റീരിയർ പക്ക ടോപ്പ് വണ്ടി അല്ലേ. എത്ര രൂപ കൊടുക്കാൻ പറ്റൂ ഇത്? ഇത് നമുക്ക് 5,40 കൊടുക്കാം. വില കൂടുതലാണ്, പക്ഷെ 2015 മോഡല് വണ്ടി പക്കയാണ്, ക്ലീൻ നീറ്റ്. അത് 60,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ട്രാക്കിന്റെ ആളുകൾക്കൊക്കെ ഏറ്റവും കൂടുതൽ വെഹിക്കിളും കൂടിയാണ്. നല്ല ബോഡി വെയിറ്റും പെർഫോമൻസും സേഫ്റ്റി ഉള്ള ഒരു വാഹനമാണ്. അടുത്തതുകൊണ്ട് നേരെ അതിൻ്റെ ഒരു സെഡാനാണ്. ഇത് ഏകദേശം നമുക്ക് 24 വരെയൊക്കെ മൈലേജ് കിട്ടുന്ന ഒരു വാഹനമാണ്. അപ്പോൾ മൈലേജ് കൺസിഡർ ചെയ്യുന്നവർക്ക് പറ്റുന്ന 3 വാഹനങ്ങൾ. ഇത് അമേസ് സെഡാൻ 2020 1,00,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. എത്ര രൂപ കൊടുക്കാൻ പറ്റും നമുക്കിത്? നമുക്ക് 6.5 ലക്ഷം രൂപ കൊടുക്കും. യെസ്, അപ്പോൾ ട്രാക്കി കാര്യങ്ങൾ ഏകദേശം ഒരു 19 രൂപ ഉണ്ടെങ്കിൽ ഈ വാഹനങ്ങളൊക്കെ ഇറക്കാം. ബഡ്ജറ്റ് പ്രൈസിന് ഒരു പ്രീമിയം ലെവൽ ഒരു SUV നോക്കുന്നവർക്ക് നല്ല മൈലേജും നല്ല പെർഫോമൻസും അഡീഷണൽ ആയിട്ട് നല്ല കോസ്റ്റ്ലി അലോയ്സ് കാര്യങ്ങളെല്ലാം ആഡ് ഓൺ ചെയ്തിട്ടുള്ള ഒരു Volkswagen Tiguan ആയിട്ടാണ് വന്നിട്ടുള്ളത്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? 2022 മോഡല് DSI ഗിയർ ബോക്സ് ആണ് വരുന്നത്. DSI ഓട്ടോമാറ്റിക്കലി നല്ല പെർഫോമൻസും മൈലേജും കിട്ടുന്ന വണ്ടി. ഓൺഷിപ്പ് സിംഗിൾ ആണോ വരുന്നത്? സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനം. 86,000 കിലോമീറ്റർ റണ്ണിങ്. നമുക്ക് 10,90,000 രൂപക്ക് നല്ലൊരു പ്രൈസിന് കൊടുക്കാം. അപ്പൊ ട്രാക്കിന് ഏകദേശം 19 രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം. അപ്പൊ അതാണ് ലോ കിലോമീറ്ററിൽ നല്ല പെർഫോമൻസും മൈലേജ് ഒക്കെ ഉദ്ദേശിക്കുന്നവർക്ക് നല്ല ടോപ്പ് പെർഫോമൻസ്, നല്ല ബോഡി ക്വാളിറ്റി, സേഫ്റ്റി ഉള്ള ഒരു വാഹനം നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. നമ്മൾ മോട്ടോർ വേയിൽ വാഹനം ഉണ്ട്, താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട്. കൂടുതൽ ഡീറ്റെയിൽസിന് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം കേട്ടോ.